തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ജാതിമത വിഷയങ്ങളായിരിക്കും കേരളത്തെ നയിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ വീഡിയോ എത്രമാത്രം കേരളത്തിൽ വർക്കൗട്ട് ചെയ്തെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ അരോചകമായിട്ടുള്ള, വളരെ പ്രത്യാശയില്ലാത്ത, നിരാശാജനകമായ റിപ്പോർട്ടാണ് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സംഘടിതമായി, വളരെ സംഘടിതമായി പള്ളികളിൽ നിന്നും, NSSൻ്റെ ഓഫീസിൽ നിന്നും, SNDPയുടെ ഓഫീസിൽ നിന്നും, നാടാർ സമുദായത്തിൻ്റെ ഓഫീസിൽ നിന്നും, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും, ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കടക്കം ഇറങ്ങി ആളുകൾ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്ന, വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്. ഒരു മണ്ഡലത്തിൽ, ഞാൻ മണ്ഡലമൊന്നും ചോദിക്കരുത്, ഈ മണ്ഡലത്തിൽ ഒരു വീട്ടിൽ ചെന്ന്, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതാണ് രസം, ഞങ്ങളുടെ ആളുകൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് പറയുകയാണ്, നാടാന്മാർ, ഈ മണ്ഡലത്തിലെ നാടാന്മാരെല്ലാം ഒന്നിച്ചിരിക്കുകയാണ്, അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോകും, അതുകൊണ്ട് നായന്മാരായ നമ്മൾ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പോയി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞതാരാണ്? പോയി പറഞ്ഞതിൽ നായരായിട്ടുള്ള BJPക്കാരനുണ്ട്, നായരായിട്ടുള്ള കോൺഗ്രസ്സുകാരനുണ്ട്, നായരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. അവർ പോയ ഐഡന്റിറ്റി NSSൻ്റെ ഐഡന്റിറ്റിയാണ്. ഇതുപോലെ നാടാർ കമ്മ്യൂണിറ്റി, ഇതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി, ഇതുപോലെ ഓരോ സമുദായത്തിലെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വളരെ കൃത്യമായി, വളരെ പച്ചയ്ക്ക് വീടുകളിൽ ചെന്ന് ജാതി പറഞ്ഞ് ഓരോ മുന്നണിക്ക് വോട്ട് പിടിക്കുന്നത് നമ്മൾ കാണുകയാണ്. മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് നടക്കുന്നു എന്ന് മനസ്സിലാക്കി BJPക്കാരായ ഒരുപാട് പേർ CPMന് ഇന്നലെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്വപരമായിട്ടാണ് പറയുന്നത്. ഒരുപാട് പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരുപാട് ഡീലുകൾ നടന്നു. ആ ഡീലുകൾ നടന്നതിൽ ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഡീലാണ് നടന്നതെങ്കിൽ, ഇപ്പൊ CPM BJPയെ സഹായിക്കുന്നു, പൊളിറ്റിക്കൽ ഡീലാണ്, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പ്രശ്നമില്ല. കോൺഗ്രസ് CPMനെ സഹായിക്കുന്നു BJPയെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ BJP കോൺഗ്രസിനെ സഹായിക്കുന്നു. ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് മൂന്ന് മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയാൽ സഹിക്കാം. അതല്ല ഉണ്ടാക്കിയത്. ജാതി പറഞ്ഞ്, ജാതി എണ്ണി, തല എണ്ണി, ജാതിയുടെ തല എണ്ണി വീടുകളിൽ ചെന്ന് കൃത്യമായി ജാതി കുത്തിവെച്ച, അത് ചട്ടമ്പി സ്വാമികളുടെ കാര്യവും അതുപോലെ ഓരോരുത്തരുടെ കാര്യവും വെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ വളരെ കൃത്യമായ ജാതിയുടെ ആളായിട്ട് ഉപയോഗിക്കണം. മന്നത്ത് പത്മനാഭനെയും എല്ലാവരെയും. മന്നത്ത് പത്മനാഭനൊന്നും അങ്ങനെ ജാതിയുടെ ആളൊന്നും അല്ല. അവർ ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. നായറിൽ ജനിച്ചു എന്നുള്ളതല്ലാതെ ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പക്ഷെ അതൊന്നും നോക്കാതെ ഇവരെ എല്ലാവരെയും നായർ, നമ്പൂതിരി, നാടാർ, ഇങ്ങനെ ഓരോ, അതായത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വ്യത്യസ്ത ജാതികളെ കൃത്യമായി ജാതി പറഞ്ഞുകൊണ്ട് ഓരോ വീടുകളിൽ ചെന്ന് വോട്ട് പിടിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് ഇന്നലെ കേരളം കണ്ടത്. ഇത് ജനാധിപത്യമല്ല, ജനാധിപത്യ കേരളമല്ല. അതെല്ലാ മുന്നണികൾക്കും വേണ്ടി നടത്തി എന്നുള്ളത് പരിതാപകരമാണ്. പക്ഷെ അതിലേറ്റവും കൂടുതൽ പരിതാപകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ അവസരം ഉപയോഗിച്ചു. CPI വരെ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ബിനോയ് വിശ്വത്തെക്കുറിച്ചൊക്കെ നമുക്കുണ്ടായിരുന്നൊരു കാഴ്ചപ്പാട് എത്രയോ മഹത്തായിരുന്നു. എത്രയോ വലിയ തലത്തിൽ നിൽക്കുന്ന ആളായിരുന്നു ബിനോയ് വിശ്വമൊക്കെ. പക്ഷേ പരസ്യമായി വേണ്ട എന്ന് പറയാത്തത് നിൽക്കട്ടെ, വോട്ട് വേണ്ട എന്ന് പറയാതിരിക്കട്ടെ, രഹസ്യമായി കൃത്യം മണ്ഡലം കണക്കാക്കി, കൃത്യം ബൂത്ത് കണക്കാക്കി നായന്മാരെയും നമ്പൂതിരിമാരെയും ഈഴവരെയും അങ്ങനെ ഓരോ സമുദായക്കാരെ ഇറക്കി കൃത്യമായി വോട്ട് പിടിച്ചു. ഇതൊരു വലിയ ഒരു ദുരിതം പിടിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെങ്കിൽ CPM ഒരുപക്ഷെ EMSൻ്റെ കാലം മുതൽ ഈ ഞഞ്ഞാവിഞ്ഞ വർഗീയത കളിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വർഗീയത ഒരുപക്ഷെ ഇറാന്റെ കാര്യവും ഇറാഖിന്റെ കാര്യവും സദ്ദാം ഹുസൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അന്ന് കുറെ കളിച്ചു. ഗുരുദേവന്റെ കാര്യം പറഞ്ഞ് കുറെ കളിച്ചു. അങ്ങനെ EMS ഇരിക്കുമ്പോൾ അത് പക്ഷെ കുറെ ഭൗതിക സാധനം കൂടെ അതിനകത്ത് കയറ്റും. ഈ മസാല ഇടുമ്പോൾ കുറെ ഭൗതിക മസാല ഇടും. അപ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. പെട്ടെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന് തോന്നും. പക്ഷേ അതിനിടയിൽ വളരെ കൃത്യമായ ജാതി കുത്തിവച്ചിരിക്കും. കൃത്യമായ ജാതി കുത്തിവച്ചിരിക്കും. അങ്ങനെ ജാതി കുത്തിവെച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നലെ നടന്നത്. അതിൽ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. അത് കേരളത്തെ നശിപ്പിക്കും, നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ UDF വന്നാലും LDF വന്നാലും BJP ഇനി എത്ര സീറ്റ് പിടിച്ചാലും കേരള സമൂഹം സമാധാനമായിട്ടിരുന്ന് സംവാദം നടത്തേണ്ട ഒരു കാര്യമാണ്. ഈ ജാതിമത രാഷ്ട്രീയം പൊതുരാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുന്നു? ഏതെങ്കിലും ഇപ്പോൾ PDP അല്ലെങ്കിൽ SDPI അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി ആർക്കെങ്കിലും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കട്ടെ, അതൊക്കെ ഒരു വിഷയം, അത് വേറെ ചർച്ചയാണ്. പക്ഷേ
മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വളരെ കൃത്യമായ ജാതി സ്ക്വാഡുകൾ ഇറക്കി വോട്ട് പിടിക്കുന്നത് വളരെ സങ്കടകരമാണ്. മുസ്ലിം സ്ഥാനാർത്ഥി ഭാര്യയും ഭർത്താവും 2 ജാതിയാണെങ്കിൽ 2ഇടത്തേക്കും ആളുകളെ ഇറക്കി വോട്ട് പിടിക്കും. നല്ല രസമാണ്. ഭാര്യയെ ഇറക്കി ഭാര്യയുടെ മതത്തിൽ നിന്നുള്ള ജാതിയിൽ നിന്നുള്ള വോട്ട് കൊണ്ടുവരാൻ നോക്കും, ഭർത്താവിൻ്റെ മതത്തിൽ നിന്ന് ജാതിയിൽ നിന്ന് വോട്ട് കൊണ്ടുവരാൻ നോക്കും. രാഷ്ട്രീയ വോട്ടുകൾ ഇല്ലാത്ത ഒരു കേരളമാണ് ഇന്നലെ കണ്ടത്. മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇത് വർക്കൗട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇനി എങ്ങനെയാണത് കൂടുതൽ കയറി വരിക, ഇനിയും അത് വഷളാവുകയുള്ളോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്നു കാണേണ്ടതാണ്.